പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 9 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുരുപാലിച്ച കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം രാത്രികാലം നല്ല ഉറക്കം തന്നു, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ നന്ദി. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾക്ക് സ്തോത്രമല്ലാതെ പറയുവാനൊന്നുമില്ലപ്പാ. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങേക്ക് നന്ദിയും അങ്ങേക്ക് ആരാധനയും അങ്ങേക്ക് സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 5-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 3-ാം ഭാഗത്ത്, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ കർത്താവിനായി ഒരുക്കി കാത്തിരിക്കുന്നു. 7-ാമത്തെ ഭാഗം, ഞാനോ കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ കർത്താവിലുള്ള ഭക്തിയോടെ ആരാധിക്കും. അതിൻ്റെ 12-ാമത്തെ വാക്യം, യഹോവേ, അങ്ങ് നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ കർത്താവ് ദയ കൊണ്ട് അവനെ മറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഏകാഗ്ര മനസ്സോടെ ഏകാഗ്ര ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ. നിങ്ങൾ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുമെന്നുള്ള തിരുവെഴുത്താകയാൽ നമുക്ക് ഒരുമനപ്പെട്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നപ്പാ. അപ്പാ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ, കർത്താവേ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തു തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. ദൈവിക ഇടപെടൽ സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ആമേൻ ആമേൻ, ജനിച്ച ഉടനെയുള്ള ബുദ്ധിമുട്ടുകൾ, ആമേൻ, ബൈ ബർത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കർത്താവേ, ഞങ്ങൾ ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകാരം വെക്കണമേ. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അത് പരിഹരിക്കുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ. അങ്ങില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ ബൈ ബർത്ത്, ആമേൻ, ഡിഫിക്കൽട്ടീസ് ഉള്ള കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. ആ കുഞ്ഞുങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആ അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെയും പരിഹരിക്കപ്പെടുന്നതിനായി സ്തോത്രം. അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവൃത്തി നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർ, ആമേൻ, വാടക കൊടുക്കുവാൻ കയ്യിൽ പൈസയില്ല, ലോൺ അടച്ചു തീർക്കുവാൻ മാർഗമില്ല, കടം മേടിച്ചവർക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ, ആമേൻ ആമേൻ, ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ്, ഫൈനാൻസുകൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തു എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദാസീദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ആമേൻ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന എല്ലാ സഭായോഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവറും ഗ്രേസും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സമാധാനം നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ പകൽക്കാലം ഭരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുക. അത് അനുഗ്രഹമായി തീരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം: നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. ആമേൻ. ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കർത്താവിൻ്റെ തിരുവെഴുത്തിൽ മുൻപേ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. ജാതികളോടും ആമേൻ, രാജ്യങ്ങളോടും തമ്മിലൊക്കെ എതിർക്കും. ഇതൊക്കെ ഉണ്ടാകും. ആമേൻ. ഇത് ലോകം പ്രക്ഷുബ്ധം ആയതിനാൽ അല്ലെങ്കിൽ യുദ്ധങ്ങളും സമാധാനക്കുറവുകളും ഒക്കെ ആരംഭിച്ചിരിക്കുകയാൽ നമ്മൾ ഇത് തിരിച്ചറിയുക. എന്താ ചെയ്യേണ്ടത്? ലൂക്കോസ് 21:9 കർത്താവ് നമ്മളോട് പറയുക, നമ്മെ ഓർപ്പിക്കുന്നു. യുദ്ധങ്ങൾ, അസ്വസ്ഥതകൾ, അനിശ്ചിതത്വം എന്നിവയാൽ ഇതൊന്നും നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല, അല്ലെങ്കിൽ മറിച്ച് ഇതൊക്കെ നമ്മെ ഒരുക്കുവാനുള്ള യേശുവിൻ്റെ വാക്കുകളെ നമ്മളെ ഓർപ്പിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുക്കുന്നു. ആമേൻ. നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് അടുക്കുന്നു. എല്ലാത്തിൻ്റെ അവസാനം അടുത്തു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇത് കണ്ട് ഭയപ്പെടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് കേട്ട് ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുക. അതാണ് കർത്താവ് നമ്മളോട് ഇന്നും പറയുന്നത്. എന്തുകൊണ്ട്? കാരണം എല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നും കർത്താവിൻ്റെ നിയന്ത്രണത്തിലല്ലാതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് സകലവും നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ പിതാവാകയാൽ, സകലവും നിയന്ത്രിക്കുന്നവൻ നമ്മുടെ അപ്പനാകയാൽ നമ്മൾ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട, ഒന്നും കണ്ട് ഭാരപ്പെടേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുക്കമുള്ളവരായി, ആമേൻ, സ്തോത്രം, ഇരിക്കുവാൻ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക. നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ അസ്വസ്ഥരാക്കുന്നതാണ്. പക്ഷേ അതിന് നടുവിൽ കർത്താവ് നമ്മളോട് പറയുക, കർത്താവ് തന്നിരിക്കുന്ന സമാധാനത്തെ നമ്മൾ മുറുകെ പിടിച്ചോണം. ആമേൻ. ലോകത്തിൽ അശാന്തതകളും അസമാധാനങ്ങളുടെയും ഒക്കെ, ആമേൻ, ഇതൊന്നും ഇനി സ്റ്റോപ്പാകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്ന ഒന്നും ആമേൻ, ദൈവത്തിൻ്റെ പദ്ധതി ഇതിനകത്തൊക്കെ നമുക്ക് സമാധാനം തരുന്നതാണ്. ആമേൻ. പ്രയാസങ്ങളുടെ നടുവിൽ സമാധാനം തരുന്നതാണ്. അസ്വസ്ഥതകളുടെ മധ്യത്തിൽ സമാധാനം തരുന്നതാണ്. അതിനാൽ ഇന്ന് കർത്താവ് ദൈവമക്കളോട് ഓർപ്പിക്കുകയാണ്, ഭയത്തിനു പകരം വിശ്വാസം തിരഞ്ഞെടുക്കുക. ഉത്കണ്ഠയ്ക്ക് പകരം പ്രത്യാശ മുറുകെ പിടിക്കുക. ലോകം ആമേൻ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ് കറങ്ങുന്നത് നമുക്ക് തോന്നുമ്പോഴും ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സമാധാനം കുറഞ്ഞു വരുമ്പോൾ, ഭയം കൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം തിരഞ്ഞെടുക്കണം. നമ്മളിങ്ങനെ പ്രഖ്യാപിക്കണം, സകലതും എൻ്റെ അപ്പയുടെ നിയന്ത്രണത്തിലാണ്. എല്ലാവരും ഉത്കണ്ഠയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ പ്രത്യാശ മുറുകെ പിടിക്കണം. നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ലോകം മുഴുവൻ കലങ്ങി മറിയുമ്പോൾ എന്ന് നമുക്ക് തോന്നുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ വാഴേണ്ട സമയമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, മനസ്സ് ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകല്ലേ. ഇതൊക്കെ സംഭവിക്കേണ്ടതാകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, യേശുവിൻ്റെ മടങ്ങി വരവ് അടുത്തു വരുന്നു. അതുകൊണ്ട് കൂടുതൽ ഒരുക്കമുള്ളവരായി, കൂടുതൽ ജീവിത വിശുദ്ധിയുള്ളവരായി, കൂടുതൽ പ്രത്യാശയുള്ളവരായി, കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി, കൂടുതൽ ദൈവവചനം ധ്യാനിക്കുന്നവരായി, കൂടുതൽ ഒരുക്കമുള്ളവരായി ഈ ദിവസങ്ങളിൽ ജീവിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള
തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. ഈ കാണുന്ന സകലത്തിൻ്റെ മുകളിലും കർത്താവെ അങ്ങ് പരമാധികാരിയാണെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരുന്നതിനായി സ്തോത്രം. രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥതകൾ ഉണ്ടാകട്ടെ, യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും യുദ്ധഭീഷണികളും മാറിപ്പോകട്ടെ, ദൈവിക സമാധാനത്താൽ നിറയട്ടെ, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.